നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കിടക്കക്ഷാമം. അയർലൻഡിൽ കിടക്ക ലഭിക്കാത്തവരുടെ എണ്ണം 600 മുകളിൽ. INMOയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 608 പേർക്കാണ് കിടക്കകൾ ലഭിക്കാനുള്ളത്. 50കാരൻ അറസ്റ്റിൽ. കൌണ്ടി കെറിയിലെ കർഷകൻ മൈക്കിൾ ഗേണ്ടിന്റെ കൊലപാതകത്തിൽ 50കാരൻ അറസ്റ്റിൽ. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പുതിയ സർവീസുകൾ. കോർക്ക് വിമാനത്താവളത്തിൽ നിന്നും പുതിയ സർവീസ് പ്രഖ്യാപിച്ച് എയർ ലിങ്കസ്. സർവീസുകൾ മാർച്ചിൽ ആരംഭിക്കും. വിവരങ്ങൾ പുറത്ത്. അടിയന്തര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കുട്ടികൾ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 4 ആഴ്ച. 1700 കുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ. ടിപ്രോറയിൽ HSൽ നിന്നും പണം തട്ടിയ ദന്ത ഡോക്ടർക്ക് തടവും പിഴയും. മൊണാർ സ്വദേശി ജോറോ കീലിയെയാണ് ശിക്ഷിച്ചത്. ജോജോ ഡുള്ളാർട്ട്, ഡീഡ്രെ ജേക്കബ് എന്നീ യുവതികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കി അന്വേഷണ സംഘം. തെളിവുകൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക ഡ്രോണുകളും ഓൺസൈറ്റ് ഇമേജിംഗ് സെൻസറുകളും വിന്യസിച്ചു. ഡബ്ലിനിലെ പുതിയ GAA പരിശീലന കേന്ദ്രത്തിന് അനുമതി. GAA കൌണ്ടി ബോർഡ് നൽകിയ അപേക്ഷയിൽ ആസൂത്രണ കമ്മീഷനാണ് അനുമതി നൽകിയത്. സ്കൂട്ടറുകൾ പിടിച്ചെടുത്ത്. ലെറ്റർകെനിയിൽ സ്കൂട്ടറുകൾ പിടിച്ചെടുത്ത് പോലീസ്. 3 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. സർക്കാരിന് മുന്നറിയിപ്പ്. അപ്പാർട്ട്മെന്റുകൾക്ക് കോർപ്പറേഷൻ നികുതിയിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. തീരുമാനം പ്രതിവർഷം 120 മില്യൺ യൂറോയുടെ അധിക ചിലവിന് കാരണമാകും. ബിഷപ്പ് അയർലൻഡിൽ. CSI മധ്യ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ എപ്പിസ്കോപ്പൽ അയർലൻഡിൽ. ശനിയാഴ്ചത്തെ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ നടത്തിയ ഇടപെടലാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ്. അല്ലായിരുന്നെങ്കിൽ 35 ദശലക്ഷം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഭീകരൻ തഹാവൂർ റാണിയുടെ കനേഡിയൻ പൗരത്വം റദ്ദാക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു. അശ്ലീല ഉള്ളടക്കങ്ങൾ സംപ്രേക്ഷണം ചെയ്ത 5 OTT പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്കേർപ്പെടുത്തി കേന്ദ്രം. മൂണെക്സ് VIP, കോയിൽ പ്ലേ പ്രോ, ഡിജി മൂവി പ്ലസ്, ഫീൽ, ജുഗ്നു എന്നീ പ്ലാറ്റ്ഫോമുകളാണ് നിരോധിച്ചത്. തിരുപ്പതി ലഡ്ഡുവിന്റെയും പ്രസാദത്തിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കാൻ ഫുഡ് ലാബ് സ്ഥാപിക്കും. ഫ്രാൻസിൽ നിന്നുള്ള E10 ഈനോസ് യന്ത്രങ്ങൾ എത്തിക്കും. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. സ്വരാജിനെ പരിഗണിക്കുന്നു. പൊന്നാനി മണ്ഡലത്തിൽ ഇടതു നേതാവ് M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. ഉറച്ച സീറ്റ് എന്ന നിലയിലാണ് സ്വരാജിനെ പരിഗണിക്കുന്നത്. താരങ്ങൾ തിരിച്ചെത്തി. വിന്റർ ഒളിമ്പിക്സ് താരങ്ങൾ തിരികെ ജന്മനാട്ടിൽ. 4 ഐറിഷ് അത്ലറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഡബ്ലിനിൽ വിമാനമിറങ്ങിയത്. ഫൈനലിനിടെ കയ്യാങ്കളി. രഞ്ജി ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്കിടെ കയ്യാങ്കളി. കർണാടക, ജമ്മു കാശ്മീർ താരങ്ങളായിരുന്നു ഏറ്റുമുട്ടിയത്. മഴ തുടരും. അയർലൻഡിൽ അടുത്ത 4 ദിവസം കൂടി മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കി മെറ്റ് എയറാൻ. അടുത്ത വാരത്തോടെ അയർലൻഡിൽ വെയിലുള്ള കാലാവസ്ഥ അനുഭവപ്പെടും. മഴ തുടരും. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം. കേരളത്തിൽ മഴ തുടരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.